പാകിസ്ഥാൻ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരഞ്ഞെടുത്ത സമയം ശരിയല്ല. പുറമേ ധൈര്യം ഭാവിച്ചാലും ഇന്ത്യയുടെ തിരിച്ചടി ഏത് സമയവും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇരട്ട പ്രഹരം പോലെ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുകയാണ്. പാകിസ്ഥാനിൽ സ്ഫോടനം നടന്നു, പാക് സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബലൂച്ച് തലസ്ഥാനമായ ക്വറ്റയിലാണ് സ്ഫോടനം നടന്നത്. സൈനികർ സഞ്ചരിച്ച വാഹനം റിമോട്ട് കൺട്രോൾ സഹായത്തോടെ IED ഉപയോഗിച്ചാണ് തകർത്തത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ലിബറേഷൻ ആർമി അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിടുകയും ചെയ്തു. പാകിസ്ഥാൻ സംസ്ഥാനത്തിനെതിരെ പതിറ്റാണ്ടുകളായി സായുധ കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിഘടനവാദ സായുധ സംഘമാണ് ബലൂച്ച് വിമോചന സേന. സ്വതന്ത്ര ബലൂചിസ്ഥാൻ സ്ഥാപിക്കുക, പാകിസ്ഥാനും ചൈനയും ബലൂച്ച് വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെ ചെറുക്കുക എന്നിവയാണ് അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യം നേടുന്നതിനായി പാകിസ്ഥാൻ സുരക്ഷാ സേന അടിസ്ഥാന സൗകര്യങ്ങൾ, ബലൂചിസ്ഥാനിലെ ചൈനീസ് താൽപര്യങ്ങൾ, പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ടവ എന്നിവയെ ലക്ഷ്യമിട്ട് ബലൂച്ച് വിമോചന സേന നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ പാകിസ്ഥാനുള്ള നിലപാടുകൾ കടുപ്പിക്കുകയാണ്. 3 യുദ്ധങ്ങളും ഇടവിട്ടുള്ള ഭീകര ആക്രമണങ്ങളും ആവർത്തിച്ചുള്ള സൈനിക ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ടും 6 പതിറ്റാണ്ടിലേറെ ഇളക്കം തട്ടാതെ നിന്ന സിന്ധു നദീജല കരാറിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റത്തെ നയതന്ത്ര തലത്തിലെ സർജിക്കൽ സ്ട്രൈക്കായിട്ടാണ് വിലയിരുത്തുന്നത്. നീരൊഴുക്ക് തടയുന്നത് യുദ്ധപ്രഖ്യാപനമായി കരുതുമെന്ന് പാകിസ്ഥാൻ മറുപടി നൽകിയിരുന്നു. ഇപ്പോഴത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നീരൊഴുക്ക് നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിച്ചാൽ പാകിസ്ഥാനിൽ അത് വലിയ രീതിയിലായിരിക്കും പ്രതിഫലിക്കുക. കരാറുള്ളപ്പോൾ പോലും അവിടെ വരൾച്ചാക്കാലത്ത് ആവശ്യത്തിന് വെള്ളമില്ല എന്നതാണ് വസ്തുത. സിന്ധു നദീജലം പാകിസ്ഥാന്റെ ജീവനാഡിയാണെന്നാണ് വിലയിരുത്തുന്നത്. ജലവൈദ്യുത പദ്ധതികളുടെ 3-1 ഈ നദീജലത്തെ ആശ്രയിക്കുന്നതാണ്. അതിന് ഇളക്കം തട്ടുമ്പോൾ ഭക്ഷ്യസുരക്ഷ, സാമ്പത്തിക അസ്ഥിരത തുടങ്ങിയവ വെല്ലുവിളികളാകും. സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞുവെച്ച് ഒറ്റയടിക്ക് ജലബോംബായി തുറന്നുവിടുമോ എന്ന ആശങ്കയും പാകിസ്ഥാനികൾക്കുണ്ട്. ഇന്ത്യയുടെ അണക്കെട്ടുകൾ പാക് അതിർത്തിയിൽ നിന്ന് അകലെയാണ് എന്നതിനാൽ ജലബോംബിംഗ് ഇന്ത്യക്കും പ്രശ്നമാണ്. എന്നാൽ ഇന്ത്യക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയുണ്ട്. വെള്ളം തടയാൻ ഇന്ത്യക്ക് സംഭരണികൾ വേണ്ട വിധത്തിലില്ല, കനാലുകളുമില്ല. ഇന്ത്യയുടെ ജലവൈദ്യുത പദ്ധതികൾക്കാകട്ടെ ഇത്രയും വലിയ സംഭരണ ശേഷി ആവശ്യമില്ല താനും. മേഖലയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണം എന്നത് ഇന്ത്യയുടെ ദീർഘകാല ആവശ്യമാണ്. കരാർ അനുകൂലമല്ല എന്നതായിരുന്നു തടസ്സം. പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് വഴി ഇന്ത്യക്ക് പാകിസ്ഥാനെ അറിയിക്കാതെ തന്നെ നിർമ്മാണങ്ങളിലേക്ക് കടക്കാമെങ്കിലും ഇവ പൂർത്തിയാക്കാൻ കാലങ്ങളെടുക്കും, വിശേഷിച്ചും മേഖലയിലെ ദുഷ്കരമായ സാഹചര്യം പരിഗണിക്കുമ്പോൾ. അതേസമയം 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളെ വേട്ടയാടി തകർക്കുന്നതിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം ഡയറക്ടർ തുൾസി ഗബാർഡ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികളെ ഉറപ്പായും നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടതുണ്ട് എന്നും തുൾസി പറഞ്ഞു. എക്സിലൂടെയാണ് ഗബാർഡിന്റെ പ്രതികരണം. പഹൽഗാമിൽ ഹിന്ദുക്കളെ ലക്ഷ്യമിടുകയും 26 പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കൊപ്പം അമേരിക്ക നിലകൊള്ളുന്നതായി അവർ എക്സ് പോസ്റ്റിൽ കുറിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ജനതയ്ക്കുമൊപ്പം എന്റെ പ്രാർത്ഥനയും സഹാനുഭൂതിയുമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ നീചപ്രവൃത്തിക്ക് ഉത്തരവാദികളായവരെ വേട്ടയാടാൻ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നാണ് തുളസിയുടെ പോസ്റ്റ്. ഭീകരാക്രമണത്തെ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ശക്തമായി അപലപിച്ചിരുന്നു. പ്രധാനമന്ത്രി മോദിയെ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാവിധ പിന്തുണയും ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. അമേരിക്ക ഇന്ത്യക്കൊപ്പമാണെന്നും ഭീകരവാദത്തെ ശക്തമായി എതിർക്കുന്നതായും പ്രസിഡന്റ് ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.